ഹലോ, ഞാൻ സെയ്ദ് നജ്മു. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിനിമാഗ്രാഫ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ്. നിങ്ങൾ പലപ്പോഴും ഫേസ്ബുക്കിലും അതുപോലെ പല സോഷ്യൽ മീഡിയയിലും കണ്ടിട്ടുണ്ടാവും സിനിമാഗ്രാഫ് എന്ന് പറയുമ്പോൾ വീഡിയോ തന്നെയാണ്. പക്ഷേ വീഡിയോൻ്റെ വലിയൊരു ഭാഗം പോസ് ചെയ്ത് നിർത്തിയിട്ട് കുറച്ച് ഭാഗം മാത്രം ഇങ്ങനെ വർക്ക് ചെയ്യും. അതായത് ഇപ്പോൾ ഒരു ചായ കപ്പാണെങ്കിൽ ആ കപ്പിൽ നിന്ന് ആവി പോണത് മാത്രം ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അതുപോലെ ചായ ഒഴിക്കണ സീൻ, ഇപ്പോൾ ഞാൻ എടുത്ത ഒരു സിനിമാഗ്രാഫിൽ ചായ ഒഴിക്കണ സീൻ അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുക, ഒഴിക്കൽ മാത്രം, വേറെ ഒരു ചലനങ്ങളും ആ സിനിമാഗ്രാഫിൽ ഉണ്ടാവില്ല. ഇങ്ങനെയുള്ള വീഡിയോക്കാണ് സിനിമാഗ്രാഫ് എന്ന് പറയുന്നത്. ശരിക്കും സിനിമാഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഫോട്ടോയും വീഡിയോയും കൂടിയുള്ള ഒരു മിക്സിംഗ് ആണ് സിനിമാഗ്രാഫ്. നമ്മളിന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത്, നമ്മുടെ ഫ്രെയിമിൽ ഈ റെയിൽവേ ട്രാക്കിൽ ഇരിക്കുന്ന നമ്മളെ മോഡൽ മിർസ മുഹമ്മദ്. ഈ മോഡൽ കയ്യിൽ പിടിച്ചിരിക്കുന്ന ന്യൂസ് പേപ്പറിൽ ആ തീ കത്തുന്ന ഭാഗം മാത്രം വർക്ക് ചെയ്യുന്നു. ബാക്കിയുള്ളതൊക്കെ നമുക്ക് അത് പോസാക്കി വെക്കുന്നു. അത് ഒരു ഫോട്ടോ പോലെ സ്റ്റില്ലായിട്ടിരിക്കും. ആ തീ കത്തുന്ന ഭാഗം മാത്രം വീഡിയോ ആയിട്ട് വർക്ക് ചെയ്യും. അതെങ്ങനെയാണ് നിർമ്മിക്കുന്നത് നോക്കാം. സിനിമാഗ്രാഫ് ഉണ്ടാക്കാൻ നമ്മുടെ അടുത്ത് വേണ്ട എക്യുപ്മെൻറ്റ്സ്, നമ്മൾ മൊബൈലായാലും ക്യാമറ ആയാലും നമുക്കൊരു വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന എക്യുപ്മെൻറ്റ് മതി. പക്ഷേ ഒരു ട്രൈപോഡ് ഉണ്ടായിരിക്കണം. കാരണം സിനിമാഗ്രാഫ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഫ്രെയിമിൽ ഇളക്കം പാടില്ല. ഒരേ സ്റ്റില്ലായിട്ടുള്ള നല്ല സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഫ്രെയിമിലാണ് നമ്മൾ സിനിമാഗ്രാഫ് ഷൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ബാക്കി ഭാഗങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്യുമ്പോഴും അത് നന്നായിട്ട് വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ ഒരു ട്രൈപോഡിൽ ക്യാമറയോ മൊബൈലോ വെച്ചിട്ടാണ് സിനിമാഗ്രാഫ് ഉണ്ടാക്കുന്നത്. മിർസ മുഹമ്മദ് നല്ലൊരു ബിസിനസ്സുകാരനും കൂടിയാണ്. മാത്രമല്ല അദ്ദേഹം സിനിമയിലൊക്കെ കോസ്റ്റ്യൂം ചെയ്യുന്ന ആളാണ്. അപ്പോൾ നമ്മളെ മോഡൽ പത്രം പിടിച്ചിരിക്കുന്ന ആ ഷൂട്ട് മാക്സിമം 5 സെക്കൻഡ് മാത്രമുള്ള ആ ഒരു വീഡിയോ ആണ് ഞാനിവിടെ എടുക്കുന്നത്. ഇനി നമുക്ക് വീഡിയോ എടുത്തതിന് ശേഷം എങ്ങനെയാണിത് എഡിറ്റ് ചെയ്യാൻ നോക്കാം. സിനിമാഗ്രാഫ് ചെയ്യാൻ നമുക്ക് ഒരുപാട് സോഫ്റ്റ്വെയറുകളും മൊബൈൽ ആപ്പുകളൊക്കെ ലഭ്യമാണെങ്കിലും നമുക്ക് ഫോട്ടോഷോപ്പിൽ എങ്ങനെ നമുക്ക് സ്വന്തമായിട്ട് സിനിമാഗ്രാഫ് ചെയ്യാനാണ് നമ്മളിന്ന് നോക്കുന്നത്. ഇപ്പം നമ്മൾ എടുത്ത വീഡിയോ നമ്മൾ കമ്പ്യൂട്ടറിൽ ഡൗൺലോഡ് ചെയ്തു. ഇനി നമുക്ക് ഫോട്ടോഷോപ്പിൽ ഓപ്പൺ ചെയ്യണം. ഫോട്ടോഷോപ്പിൽ ഓപ്പൺ ചെയ്ത ശേഷം നമുക്ക് വേണ്ട ഭാഗം മാത്രം നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ഇവിടെ ഞാൻ എടുക്കുന്നത് ന്യൂസ് പേപ്പറിൽ ആ തീ പിടിക്കുന്നതിൻ്റെ ഏറ്റവും സ്റ്റേബിളായിട്ടുള്ള ഭാഗം ഏതാണെന്ന് വെച്ചാൽ ആ ഭാഗം നമ്മൾ എടുക്കുക. കാരണം ഈ വീഡിയോ ഇങ്ങനെ ലൂപ്പ് ചെയ്ത് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് സാധാരണ സിനിമാഗ്രാഫിലും ജിഫിലൊക്കെ വരിക. അപ്പോൾ നമ്മൾ അതിന് പറ്റിയൊരു ഭാഗം സെലക്ട് ചെയ്തതിന് ശേഷം, വളരെ ചെറിയ ഭാഗം നമുക്ക് സെലക്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. കാരണം ഇത് വീണ്ടും ലൂപ്പ് ആവുന്നതുകൊണ്ട് 1-2 സെക്കൻഡുള്ള സ്ഥലം മതി. ആ സ്ഥലം ലൂപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ പിന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ വീഡിയോ ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റും. വീഡിയോ ഇങ്ങനെ എൻഡിൽ നിന്ന് ഫസ്റ്റിലേക്ക് എത്തുമ്പോൾ ഒരു ഫ്ലിക്കറിങ് ഉണ്ടാവും. അതുപോലെ എൻഡിൽ നിന്ന് ഫസ്റ്റിലേക്ക് എത്തുമ്പോൾ ഒരു ചാട്ടം പോലെ അനുഭവപ്പെടും. ഇത് നമ്മൾ ഒഴിവാക്കാൻ വേണ്ടി ചെയ്യുന്നത്, ആദ്യത്തെ വീഡിയോൻ്റെ ഒരു ലെയർ എടുത്ത് പുതിയൊരു ലെയർ നമ്മൾ ലെയറിൽ പോയിട്ട് പുതിയ ന്യൂ ലെയർ എടുത്തതിന് ശേഷം ഈ ആദ്യത്തെ വീഡിയോ ലെയർ 1ന് താഴെ രണ്ടാമത്തെ ലെയർ ഇടുക. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത്, അത് ശരിക്കും നീക്കി കൊണ്ടുവന്നിട്ട് എവിടെയാണോ ആദ്യത്തെ വീഡിയോ സ്റ്റോപ്പ് ചെയ്യണത് അവിടെ രണ്ടാമത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ താഴത്തെ ലെയറിൽ വെക്കുക. അതിനുശേഷം രണ്ടാമത്തെ വീഡിയോൻ്റെ ആദ്യ ഭാഗം കുറച്ച് ഡ്രാഗ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുക. എന്നിട്ട് രണ്ടാമത്തെ ലെയറിലുള്ള വീഡിയോയും ആദ്യത്തെ രണ്ടാമത്തെ ലെയറിലുള്ള വീഡിയോയും ആദ്യത്തെ ലെയറിലുള്ള വീഡിയോയിലും എൻഡ് ഒരേപോലെ ആക്കണം. ഇത് നമ്മൾ എന്തിനാണ് ചെയ്യുന്നത് വെച്ചാൽ, നമ്മൾ ഇതിൻ്റെ ആദ്യത്തെ വീഡിയോയുടെ ഒപ്പാസിറ്റി ആദ്യത്തെ വീഡിയോ ലാസ്റ്റിലാകുമ്പോഴേക്കും പകുതി മുതൽ തന്നെ ആദ്യത്തെ വീഡിയോൻ്റെ ഫസ്റ്റ്, അതായത് നമ്മൾ രണ്ടാമത്തെ ലെയറിൻ്റെ ഫസ്റ്റ് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ നമുക്ക് ഫ്ലിക്കറിങ് കൂടാതെ ഓടിക്കൊണ്ടിരിക്കണം. അതിനുവേണ്ടി 2 ലെയർ ആക്കിയിട്ട് നമ്മൾ പകുതി ഇട്ടിട്ട് ആദ്യത്തെ വീഡിയോ പകുതി എത്തുമ്പോഴേക്കും രണ്ടാമത്തെ വീഡിയോയിലേക്ക് വീണ്ടും വന്ന് ആദ്യത്തെ വീഡിയോയുടെ ഫസ്റ്റിലേക്ക് അതായത് ആദ്യത്തെ വീഡിയോ ഓടി എൻഡിൽ എത്തുമ്പോഴേക്കും വീണ്ടും കാണുന്നത് അതേ വീഡിയോയുടെ ആദ്യ ഭാഗമായിരിക്കും. സംഭവം ഇത്ര സിമ്പിളാണ്. നമ്മൾ ആദ്യത്തെ വീഡിയോ ഓടി വന്ന് ലാസ്റ്റ് എത്തുമ്പോഴേക്കും നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് അതേ വീഡിയോയുടെ ഫസ്റ്റ് ആയിരിക്കും വീണ്ടും കാണാൻ പോകുന്നത്. അതിനാണ് ഒരു ലെയർ താഴെ ഇട്ട് പകുതിക്കിടുന്നത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ആദ്യത്തെ വീഡിയോയുടെ ഒപ്പാസിറ്റി കുറക്കാണ്. ആദ്യത്തെ വീഡിയോ ഒപ്പാസിറ്റി കുറക്കാൻ വേണ്ടി നമ്മൾ വീഡിയോ ഗ്രൂപ്പിൽ വരുന്നു. വീഡിയോ ഗ്രൂപ്പിൽ വന്നിട്ട് നമ്മൾ ക്ലിക്ക് ചെയ്ത് ഒപ്പാസിറ്റി സെലക്ട് ചെയ്തിട്ട് രണ്ടാമത്തെ വീഡിയോയുടെ സ്റ്റാർട്ട് എവിടെയാണോ അവിടെ ക്ലിക്ക് ചെയ്ത് നമ്മൾ ഒപ്പാസിറ്റി സെലക്ട് ചെയ്യുക. ഇനി നമ്മൾ ഈ രണ്ട് വീഡിയോൻ്റെ ലാസ്റ്റിൽ നമ്മളെ മാർക്കർ വെച്ചതിന് ശേഷം ഒപ്പാസിറ്റി ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ആ ഒപ്പാസിറ്റി നമ്മൾ 0 ആണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഈ ആദ്യത്തെ വീഡിയോയുടെ ലാസ്റ്റ് എത്തുമ്പോഴേക്കും രണ്ടാമത് താഴെട്ട വീഡിയോയുടെ ആദ്യ ഭാഗമായിരിക്കും നമ്മുടെ വീഡിയോയിൽ കാണാം. അതായത് ആദ്യത്തെ വീഡിയോ ആദ്യ ഭാഗം ഓടി പകുതി എത്തുമ്പോൾ വീണ്ടും ആദ്യ ഭാഗത്തേക്ക് പോകും. അപ്പോൾ അത് കറക്റ്റായിട്ട് ലൂപ്പ് ചെയ്തുകൊണ്ടിരിക്കും.
അപ്പോൾ നമുക്ക് ഫ്ലിക്കറിംഗ് ഇല്ലാതെ കാണാൻ പറ്റും. ഇതാണ് ഐഡിയ. ഓക്കെ, ഇനി നമുക്ക് ഇപ്പോൾ ന്യൂസ് പേപ്പറൊക്കെ ഇതിൽ ഇളകുന്നുണ്ട്. ഈ വീഡിയോയിൽ ഇപ്പോഴും ന്യൂസ് പേപ്പറും അടുത്തുള്ള ഇലകളൊക്കെ ഇളകുന്നുണ്ട്. അതൊക്കെ നമുക്ക് സ്റ്റക്കാക്കാൻ വേണ്ടി ഇതിൻ്റെ മുകളിൽ ഒരു ഫോട്ടോ ലെയർ കൊണ്ടുവരാൻ പോവുകയാണ്. ഫോട്ടോ ലെയർ കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഷിഫ്റ്റ് കൺട്രോൾ കമാൻഡ് ഇ അടിക്കുക. അടിച്ചതിന് ശേഷം നമ്മളൊരു പുതിയ ലെയർ നമ്മൾ ഫോട്ടോഷോപ്പിൽ കൊണ്ടുവരണം. ഈ പുതിയ ലെയർ ഈ രണ്ട് ലെയറിൻ്റെയും മുകളിലാക്കിയിട്ട് നേരെ കറക്റ്റ് കട്ട് ചെയ്യുക. ഇപ്പോൾ നമ്മൾ പ്ലേ ചെയ്ത് നോക്കിയാൽ ഈ മുന്നിലുള്ളത് ഒരു ഫോട്ടോ ലെയർ, മുകളിലുള്ളത് ഇപ്പോൾ നമ്മൾ പ്ലേ ചെയ്ത് നോക്കിയാൽ മുകളിലുള്ളത് ഫോട്ടോ ലെയർ ആയത് കാരണം ഈ ലെയർ ഈ വീഡിയോയിൽ സ്റ്റക്കായി നിൽക്കുക ചെയ്യുക. ഇനി നമുക്ക് എവിടെയാണോ വീഡിയോ വർക്ക് ചെയ്യേണ്ടത് ആ ഭാഗത്ത് മാത്രം നമുക്ക് ബ്രഷ് ഉപയോഗിച്ച് ഡിലീറ്റ് ചെയ്ത് കളയാം. ഈ ഫോട്ടോ ഡിലീറ്റ് ചെയ്ത് കളയുമ്പോൾ താഴെയുള്ള വീഡിയോ നമുക്ക് കാണാൻ പറ്റും. ഫോട്ടോയുടെ ലെയർ ക്ലിക്ക് ചെയ്തതിന് ശേഷം സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു ലെയർ മാസ്ക് ആഡ് ചെയ്യണം. ലെയർ മാസ്ക് ക്ലിക്ക് ചെയ്ത് ലെയർ മാസ്ക് ആഡ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ബ്രഷ് സെലക്ട് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ബ്ലാക്ക് എടുത്തിട്ടാണ് നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയേണ്ടത്. നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയുന്ന ഭാഗങ്ങൾ കറക്റ്റ് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മൾ ഡിലീറ്റ് കീക്ക് താഴെയുള്ള ബാക്ക് സ്പേസിന് താഴെയുള്ള ബാക്ക് സ്ലാഷ് കീ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എവിടെയാണോ ബ്രഷ് ചെയ്യുന്നത് അവിടെ നമുക്ക് റെഡ് കളറിൽ കാണാൻ പറ്റും. അപ്പോൾ ബ്രഷ് ചെയ്ത് കളയുന്ന സ്ഥലം നമുക്ക് കറക്റ്റ് കാണാൻ പറ്റും. ആ ഭാഗങ്ങൾ ബ്രഷ് ചെയ്ത് കളയാം. അപ്പോൾ നമുക്ക് ഫോട്ടോയിലുള്ള ഭാഗം ഡിലീറ്റ് ചെയ്ത് കളയുമ്പോൾ താഴെയുള്ള വീഡിയോ ലെയറിലുള്ള ഏതാണോ തീയുള്ള ഭാഗം, ഇവിടെ ഇപ്പോൾ ആ തീ കത്തുന്ന ഭാഗം മാത്രം നമുക്ക് ഇങ്ങനെ വർക്ക് ചെയ്യുന്നത് പോലെ കാണാൻ പറ്റും. ഇങ്ങനെയാണ് ഇതിൻ്റെ ടെക്നിക്കലായിട്ടുള്ള വർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ നമ്മൾ ഇത് എക്സ്പോർട്ട് ചെയ്യണം. നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ രണ്ട് ഫോർമാറ്റിൽ എക്സ്പോർട്ട് ചെയ്യാം. നമുക്കിത് വീഡിയോ ഫോർമാറ്റിൽ എക്സ്പോർട്ട് ചെയ്യാം, അതല്ലെങ്കിൽ ജിഫിൽ എക്സ്പോർട്ട് ചെയ്യാം. വീഡിയോ ഫോർമാറ്റിൽ എക്സ്പോർട്ട് ചെയ്യാൻ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ഫയലിൽ പോയി എക്സ്പോർട്ട് കൊടുത്തിട്ട് നമ്മൾ വീഡിയോ ഫയലിൽ നമുക്ക് റെൻഡർ ചെയ്തിട്ട് ഔട്ട് എടുക്കാൻ പറ്റും. ഇനി നമുക്കത് വീഡിയോ അല്ലാതെ നമ്മൾ സാധാരണ ഇങ്ങനെ ചെയ്യുന്നത് ജിഫാണ്. ജിഫ് ആകുമ്പോൾ ഫയൽ സൈസ് കുറവായിരിക്കും, നന്നായിട്ട് വർക്ക് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ജിഫിൽ എങ്ങനെയാണ് നമ്മൾ എക്സ്പോർട്ട് ചെയ്യണമെന്ന് നോക്കാം. ജിഫിൽ എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫയലിൽ പോയി എക്സ്പോർട്ട് എടുത്തിട്ട് സേവ് ഫോർ വെബ് എടുക്കുക. സേവ് ഫോർ വെബ് എടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതുപോലെ ഒരു വിൻഡോ ലഭ്യമാകും. ആ വിൻഡോയിൽ നമ്മൾ ജിഫ് സെലക്ട് ചെയ്യണം. കാരണം ജിഫാണ് വീഡിയോ ആയിട്ട് ഓടുന്ന ഏകതിലുള്ള ഒരു മാർഗം. അപ്പോൾ നമ്മൾ ജിഫ് സെലക്ട് ചെയ്യുക. ജിഫ് സെലക്ട് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് നമ്മുടെ വീഡിയോയുടെ സൈസിൽ പോയിട്ട് നമുക്ക് വീഡിയോ സൈസ് എത്രയാണ് നമുക്ക് വേണ്ടത് സെലക്ട് ചെയ്യാം. നമുക്ക് സാധാരണ ഒരു 500 പിക്സലോ അല്ലെങ്കിൽ 750 ഒക്കെ നമുക്ക് ഓടിക്കാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് എത്രയാണോ വേണ്ടത് വെച്ചാൽ അത് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ ലൂപ്പിംഗ് ഓപ്ഷൻസ് ഉണ്ട്. ലൂപ്പിംഗ് ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. ലൂപ്പിംഗ് ഓപ്ഷൻസ് വൺസ് ആയിരിക്കും അതിൽ കിടക്കുന്നത്, ഫോർ എവർ എന്നാക്കണം. അപ്പോഴേ നമുക്കത് ഇങ്ങനെ റിപ്പീറ്റ് ആവുള്ളൂ. അതിലേക്ക് വൺസ് ഒരു പ്രാവശ്യം അത് പ്ലേ ചെയ്തിട്ട് ഓഫായി പോകും. അപ്പോൾ ഫോർ എവർ സെലക്ട് ചെയ്യുക. ഇനി നമുക്ക് പ്രിവ്യൂ കാണണമെങ്കിൽ ഇതിലെ പ്രിവ്യൂ ബട്ടണിൽ പോയിട്ട് നമുക്ക് പ്രിവ്യൂ നോക്കിക്കഴിഞ്ഞാൽ പ്രിവ്യൂ കാണാൻ പറ്റും. എന്നിട്ട് നമുക്ക് എക്സ്പോർട്ട് ചെയ്യാം. പിന്നെ ഒരു പ്രാവശ്യം എക്സ്പോർട്ട് ചെയ്ത് നമുക്ക് എങ്ങനെയുണ്ട് വർക്ക് ചെയ്യണമെന്ന് കാണാൻ വേണ്ടിയിട്ടാണെങ്കിൽ നമ്മുടെ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്യുക. അതിൽ ജസ്റ്റ് വെറുതെ ഈ ജിഫ് ഫയൽ വലിച്ച് കിട്ടി കഴിഞ്ഞാൽ നമ്മൾ സാധാരണ നമുക്ക് കമ്പ്യൂട്ടറിൽ അത് ഓടില്ല. അപ്പോൾ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്തതിന് ശേഷം ഈ ബ്രൗസറിലേക്ക് നമ്മൾ ഈ ഫയൽ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുക, വലിച്ചിടുക. അപ്പോൾ ഇത് ഓടിക്കൊണ്ടിരിക്കും. ഇനി നമുക്ക് ഇത് എക്സ്പോർട്ട് ചെയ്യാം. അങ്ങനെ നമുക്ക് ഫേസ്ബുക്കിലോ നമ്മുടെ സോഷ്യൽ മീഡിയയിലോ വെബിലൊക്കെ നമുക്കിത് ഓടിക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് സിമ്പിളായിട്ട് ഒരു സിനിമാഗ്രാഫ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇനി ഈ ഫോട്ടോഷോപ്പിൻ്റെ ഭാഗം കുറച്ച് കൺഫ്യൂസ്ഡ് ആയ കാരണം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കത് കമൻറ്റ് ചെയ്യുക, നിങ്ങൾക്ക് വിളിക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ നമുക്കത് ക്ലിയർ ചെയ്യാൻ പറ്റും. നമ്മുടെ ഐ ഷൂട്ട് ഫോട്ടോഗ്രാഫിയുടെ പേജ് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. യൂട്യൂബിൽ പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു സോ മച്ച്.